ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുണ്ട്. നോക്കി, അത് നിങ്ങൾ എല്ലാവരും ഓരോ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എന്ന് മാത്രം വിഷമസന്ധിയിൽ കൂടെയാണ് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നത്. പുറമെ നമ്മളെല്ലാം ഇങ്ങനെ ചിരിക്കുകയും തമാശ പറയുകയും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുകയും മറ്റുള്ളവരെ പറ്റി പരാതി പറയുകയും ഒക്കെ ചെയ്യുന്നവരാണെങ്കിലും നോക്ക്, നമ്മൾ ഏത് ജാതി മതസ്ഥരാണെങ്കിലും ഓരോ ദിവസവും നമുക്ക് എടുപ്പാൻ കഴിയാത്തവണ്ണം ഭാരം ചുമന്നുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. ഓരോരുത്തരുടെയും മുതുക് വളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഭാരം ചുമന്നുകൊണ്ട്. എന്നാൽ നോക്ക്, എല്ലാ മാസവും ഇവിടെ പ്രസംഗിക്കുന്നതുകൊണ്ട് ഞാൻ അല്പമേ പ്രസംഗിക്കുന്നുള്ളൂ. ഇന്ന് നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി ഞാൻ പ്രസംഗിക്കുമ്പോൾ പ്രിയരെ, എന്തിനാണ് ഇങ്ങനെ ചുമട് ചുമക്കുന്നത്? യഥാർത്ഥമായിട്ടും മനുഷ്യരുടെ യഥാർത്ഥമായിരിക്കുന്ന പ്രശ്നം ഈ ചുമട് ചുമന്ന് ഇങ്ങനെ ഭാരം കൊണ്ട് നമ്മൾ നശിച്ചു പോകുന്നതിന്റെ കാരണം നമ്മുടെ ഹൃദയത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന ഒരു താഴ്മയില്ലായ്മയാണ്. മനുഷ്യരുടെ പൊതുവെ ഉള്ളൊരു സ്വഭാവം നമുക്ക് സ്വന്തമായിട്ടൊരു പ്രശംസ വേണമെന്നാണ്. ഞാൻ അത് ചെയ്തു, ഞാൻ എൻ്റെ കുടുംബം നടത്തി, ഞാൻ എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് അധ്വാനിച്ചു, ഞാനാണ് ഇതെല്ലാം നേടിയത്. അപ്പോൾ ഞാൻ എന്നോടുള്ള ആ മഹത്വത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ സ്വന്തമായിരിക്കുന്ന മഹത്വത്തിന് വേണ്ടിയിട്ട് എൻ്റെ സ്വന്തത്തെ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം വ്യക്തിത്വത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കേണ്ടതിന് പല കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും നമ്മൾ സ്വയമായിട്ട് അങ്ങ് ഏറ്റെടുക്കുകയാണ്. അത് പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന് പോലും ചിന്തിക്കാതെ അത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പ്രശംസാപാത്രമായിട്ട് തീരുമെന്നുള്ള വിചാരത്തിലാണ് നമ്മൾ ഇത് എടുക്കുന്നത്. നോക്കൂ, നിങ്ങൾ പള്ളിയിൽ പോയാലും നിങ്ങളുടെ വീട്ടിലായാലും സമൂഹത്തിലായാലും നിങ്ങളുടേതായിരിക്കുന്ന ഒരു വ്യക്തി പ്രഭാവം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനമില്ലാത്തത്. എന്നാൽ മനുഷ്യരുടെ കയ്യടി വാങ്ങുമ്പോൾ തന്നെ അത് ഏതാനും നിമിഷം മാത്രമേ അവന്റെ പ്രശംസയും കയ്യടിയും നമ്മുടെ ജീവിതത്തിൽ വരുന്നുള്ളൂ. പക്ഷെ ആ ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഏറ്റെടുത്ത ഭാരങ്ങൾ നിങ്ങളുടെ ചുമലില് നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഭാരമായിട്ട് തീർന്നു പോവുകയാണ്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം എന്നറിയാമോ? മനുഷ്യൻ എല്ലായ്പ്പോഴും സ്വയപ്രശംസ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന കാരണം നമ്മളെ തന്നെ നമ്മൾ ഉയർത്തുന്ന ഒരു അനുഭവത്തിലേക്ക് വരുന്നത് കൊണ്ടാണ്. എന്നാൽ പ്രിയരെ, നമ്മളെ തന്നെ ഉയർത്തുകയും നമ്മളെ തന്നെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് കൊണ്ടല്ലയോ നിനക്ക് സമാധാനമില്ലാത്തത്? നമ്മൾ അനേക കാര്യങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളെ മറ്റുള്ളവർ പ്രശംസിക്കണമെന്നാണ്. എന്നാൽ നോക്ക് പ്രിയരെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് എല്ലാ ഭാരങ്ങളും ചുമലിൽ വെച്ചു. എന്നാൽ നോക്കുവിന് ദൈവത്തിങ്കിലേക്കൊന്ന് നോക്കിക്കൊള്ളുവിന്. ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നവനായിരിക്കുന്ന യേശുക്രിസ്തു അവനെ താഴ്ന്ന ലോകത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നോക്കുവിന് സ്വർഗത്തില് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവായ ദൈവത്തിന്റെ മടിയിൽ ഇരുന്നവനായിരിക്കുന്ന ഈ പുത്രന് തന്റെ സ്വന്തം മഹത്വമെല്ലാം അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞു. എന്നിട്ട് അവൻ ഈ താഴ്ന്ന ലോകത്തിലേക്ക് നമ്മളിൽ ഒരുവനെ പോലെ ഇറങ്ങി വന്നു. എന്നിട്ടോ അവൻ നോക്കും പ്രിയരെ, നമ്മുടെ പാപത്തിന്റെയും നമ്മുടെ സകലവിധമായിരിക്കുന്ന ഭാരങ്ങളും ചുമലിലേറ്റി. നോക്കുവിന് ആ ചുമലിലേറ്റിക്കൊണ്ട് അവൻ അവനെ തന്നെ ഒന്ന് താഴ്ത്തി. ദൈവമായിരുന്നവന് അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വത്തിൽ ജീവിച്ചിരുന്നവന് ആ മഹത്വമെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞ് അവൻ എന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നാപാത്രമായിട്ട് തീരുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് എന്താണെന്നറിയാമോ? അവന് സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അതായത് അവൻ ആ ക്രൂശിൽ തൂങ്ങിക്കിടന്ന് മരിക്കുമ്പോൾ അവനെ അടിയേറ്റ് അവന്റെ മുഖത്ത് തുപ്പല് ഏൽപ്പിച്ച് അവന്റെ മുതുകെല്ലാം അടിച്ചു തകർത്ത് അവനെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോഴും അവന് യാതൊരു വിധമായിരിക്കുന്ന പരാതിയും ഉണ്ടായില്ല. എന്താണെന്നറിയാമോ? അവന്റെ പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് അവൻ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് അവൻ മറ്റുള്ളവരുടെ പരിഹാസത്തെ അവൻ എന്താണ് വകവച്ചില്ല എന്നാണ് വചനം പറയുന്നത്. എന്നാൽ നമ്മുടെ മുഖത്തേക്ക് നോക്കി ഒരുവനൊന്ന് പരിഹസിച്ച് നമ്മുടെ മുഖത്ത് ഒരുവൻ തുപ്പിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ എന്തുമാത്രം ഭയങ്കരമായിരിക്കുന്ന കോപം ഉണ്ടാകും. പക്ഷെ ക്രിസ്തുവിന് കോപമൊന്നും ഉണ്ടായില്ല. കാരണം അവനൊരു തികഞ്ഞ പുരുഷനായിരുന്നു. പ്രിയരെ, പൗരുഷത്വത്തിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപിക്കാത്തവനും മറ്റുള്ളവരെ എന്താണ് വഴക്കുണ്ടാക്കാത്തവനും മറ്റുള്ളവരെ ക്ഷമിക്കുന്നവനും സഹിക്കുന്നവനും മറ്റുള്ളവരുടെ ഭാരങ്ങളും പാപങ്ങളും ചുമക്കുന്നതിനുമൊക്കെയുമാണ് യഥാർത്ഥമായിരിക്കുന്ന പുരുഷന്. അല്ലെങ്കിൽ ഒരുവന് എന്തെങ്കിലും ചീത്ത പറയുമ്പോൾ തിരിച്ച് ചീത്ത പറയുന്നവൻ പൗരുഷമില്ലാത്തവനാണ്. ലോകത്തിന്റെ മോഹങ്ങൾ നമ്മളെ വഞ്ചിപ്പാനായിട്ട് നമ്മുടെ ചുറ്റി നിൽക്കുമ്പോൾ മോഹവലയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമ്പോൾ മോഹത്തിൽ വീഴുന്ന പൗരുഷമില്ലായ്മ കൊണ്ടാണ്. ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വീഴാത്തവനാണ്. അവൻ എന്താണ് ശക്തനാണ്. അവന്റെ അകത്തെ ഒരു മനുഷ്യനുണ്ട്. അവൻ ശക്തിയോടെ നിന്നുകൊണ്ട് അവനെതിരെയുള്ള എല്ലാ പാപങ്ങളെയും അവൻ തകർത്ത് കളയുന്നു. അതേപോലെ അങ്ങനെ പൂർണ്ണനായിരിക്കുന്ന ഒരു പുരുഷനെ ലോകത്തിലേക്ക് വന്നിട്ടുള്ളൂ. അവൻ യേശുക്രിസ്തു എന്നാണ് അവന്റെ പേര്. അവൻ പാപം ചെയ്തിട്ടുണ്ടോ? ആർക്കെങ്കിലും തെളിയിക്കാമോ? ഇല്ല. അവന്റെ വായിൽ നിന്ന് അരുതാത്ത ഒരു വാക്ക് വന്നുവോ? ഇല്ല. എന്തുകൊണ്ട്? അവൻ തികഞ്ഞ പുരുഷനായിരുന്നു. ആ ഒരു തികഞ്ഞ പൗരുഷം നമുക്ക് വെളിപ്പെടുത്തി തന്നത് ക്രൂശിലാണ്. ആ ക്രൂശിൽ നോക്ക് പ്രിയരെ, രണ്ട് കള്ളന്മാരുടെ മധ്യേ അവൻ തൂക്കിയിട്ടിരിക്കുകയാണ്. ആരാണിവന്? ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനാണ്. എന്നാൽ നോക്കുവിന് അതിന്റെ മുൻപുള്ള വർഷങ്ങളിൽ അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തവനാണ്.
അവന്റെ അടുക്കലേക്ക് വന്നവരെ അനേകർക്ക് അവൻ സൗഖ്യം കൊടുത്തവരാണ്. ഞാൻ ചോദിക്കട്ടെ, അന്ധനായിരിക്കുന്ന ഒരുവനെ അനേക ആൾക്കാർക്ക് അന്ധത ഒരു വാക്കുകൊണ്ട് അവന്റെ അന്ധത നീക്കി അവന് കണ്ണിന് കാഴ്ച കൊടുത്തവനാണ്. മരിച്ച ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചവനാണ്. അനേക കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തിയവനാണ്. ഇങ്ങനെ ദേശം മുഴുവനും അവനെ പറ്റിയുള്ള ശ്രുതി പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അവൻ എന്തോ വലിയ ഒരു രാജാവാണെന്നുള്ള ബോധത്തിലും ഇവൻ ദൈവത്തിന്റെ പ്രവാചകനാണെന്നുള്ള ബോധത്തിലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ അവനെ അനുധാവനം ചെയ്യുകയും രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും അവനെ കണ്ട് ഭയപ്പെടുകയും ചെയ്യുമ്പോഴും പ്രിയരെ, രണ്ട് കള്ളന്മാരുടെ മധ്യേ അവൻ തൂങ്ങിക്കിടക്കുന്നത് കണ്ടുവോ? അവന്റെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും വന്നില്ല. അവൻ നിലവിളിച്ചതുമില്ല, എന്തിനാണ് ഞാൻ ഇങ്ങനെ കിടക്കുന്നത്, എന്തിനാണ് ഞാൻ ഇങ്ങനെ ഈ നിന്നെ അനുഭവിക്കുന്ന അവൻ വിചാരിച്ചുമില്ല. കാരണം എന്താണെന്നറിയാമോ? അവനെ പറ്റി നല്ലൊരു അറിവുണ്ടായിരുന്നു. എന്താണ് അറിവെന്നറിയാമോ? അത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എങ്ങോട്ട് പോകുന്നുവെന്നും താന് അറിഞ്ഞിരിക്കെ അവൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് അവന്റെ സ്വന്തം വസന്തിക്ക് ഒരു തുവർത്തുടുത്ത് അവൻ തന്റെ ആ ശിഷ്യന്മാരുടെ കാല് കഴുകുവാനും ആ തോർത്തുകൊണ്ട് അത് തുടയ്ക്കുവാനും തുടങ്ങി. പ്രിയരെ, നമ്മളെ പറ്റി നമുക്ക് നല്ല ബോധമുണ്ടെങ്കിൽ ആർക്കും നമ്മളെ പ്രകോപിപ്പാൻ കഴിയത്തില്ല. ആർക്കും നമ്മൾ പരിഹസിച്ചാലും നിന്ദിച്ചാലും തല്ലിയാലും തൊപ്പിയാലും നമ്മുടെ സ്ഥിരത വിട്ട് നമ്മൾ വീണു പോകുകയില്ല. ഈ ലോകത്തിന്റെ ധനങ്ങളും മോഹങ്ങളും അല്ലെങ്കിൽ പാപം ചെയ്യുവാനുള്ള അനേകമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ പ്രലോഭിപ്പിക്കുമ്പോഴും അതിനകത്ത് വീണു പോവുകയുമില്ല. കാരണം ഞാൻ ആരാണെന്നും ഞാൻ എന്താണെന്നും പൂർണ്ണമായിരിക്കുന്ന ബോധ്യമുണ്ടെങ്കിൽ, അല്ലയോ പുരുഷനായിട്ടുള്ളവനെ, നിന്നെ നോക്കി ഒരുവൻ പരസ്യമായിട്ട് ചീത്ത വിളിക്കുമ്പോൾ നീ തിരിച്ച് കത്തിയും കൊണ്ട് ഇറങ്ങുന്നത് എന്താണ്? നീ ആരാണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ നീ ദുർബലനായിരിക്കുന്ന പൗരുഷമില്ലാത്ത ഒരുവനാണ്. എന്നാൽ പ്രിയരെ, ഞാൻ ആരാണെന്നും എങ്ങോട്ടാണ് പോകുന്നതെന്നും ഒരുവന് ഉറപ്പുണ്ടെങ്കിൽ പ്രിയരെ, അവൻ നല്ല സൗമ്യതയോടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകും. അതാ, നിങ്ങൾ ഒരു ഡൽഹിക്ക് യാത്ര ചെയ്യുകയാണെന്ന് കരുതുക. നിങ്ങളുടെ കുഞ്ഞിനെ കാണുവാൻ നിങ്ങൾ ഡൽഹിക്ക് പോവുകയാണ്. ആ ട്രെയിനിൽ അനേക വിഷയങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ഒരുവൻ നിന്നെ അടിക്കാൻ വന്നാലും നീ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ശാന്തമായിട്ട് പോകുന്നതിന്റെ കാര്യം എന്താണ്? നിനക്കൊരു ലക്ഷ്യമുണ്ട്. എനിക്ക് ഡൽഹിയിൽ ചെല്ലണം, ഇവനുമായിട്ട് വഴക്ക് കൂടി കഴിഞ്ഞാൽ ഞാൻ ജയിലിലാകും, അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടെ എന്നെ തല്ലി ശരിയാക്കും എന്നുള്ള ബോധമുള്ളത് കൊണ്ടായിരിക്കാം നീ അവിടെ നിശബ്ദനായിട്ടിരിക്കുന്നു. കാരണം ലക്ഷ്യബോധമുള്ളവന് മാത്രമേ ജീവിതത്തിൽ നേരായ രീതിയിൽ ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മൾ അനേകരും മദ്യപാനികളും വഴക്കാളികളും മോഷ്ടാക്കളും ഒക്കെയുമായിട്ട് ജീവിക്കുന്നതിന്റെ കാരണം നമുക്കൊരു ലക്ഷ്യബോധമില്ല. എന്നാൽ പ്രിയരെ, ഒരു മനുഷ്യനോടുള്ള ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന ഇഷ്ടം എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമോ? അതേ പ്രിയരെ, അതായത് നമ്മളെല്ലാവരും ദൈവം തന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഇവിടെ ഒന്നുമില്ലാത്തവരും ഏതുമില്ലാത്തവരുമായിട്ടും ജനിച്ച് വളർത്തപ്പെട്ടു എങ്കിലും പ്രിയരെ, ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള അഗാധമായിരിക്കുന്ന ഇഷ്ടം എന്താണെന്നറിയാമോ? നാളെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മടങ്ങി വരുമ്പോഴ് അവനോടുകൂടെ നാം ഓരോരുത്തരും ഈ ദ്രവിച്ചു പോകുന്ന ശരീരം മാറി, ഈ പാപമുള്ള ശരീരം മാറി, ഈ മരണമുള്ള ശരീരം മാറി ആ ദൈവത്തോടുകൂടെ മരണമില്ലാത്തവനായിട്ട് എന്നേക്കും ജീവിക്കണമെന്നാണ് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. ആ ആഗ്രഹത്തിനൊത്തവണ്ണം നമ്മൾ ദൈവത്തിന് സമർപ്പിക്കാത്തത് വഴിയാണ് ഈ ഭൂമിയിൽ ദൈവമല്ലാത്തതിനെ ആരാധിച്ചും ലക്ഷ്യബോധമില്ലാതെയും ഇന്നവരെ ബൈബിളിൽ അല്ലെങ്കിൽ ദൈവ നിയമത്തിൽ പറയാത്ത പല ആരാധനാ ക്രമങ്ങളും നടത്തിക്കൊണ്ട് എനിക്ക് ദൈവത്തോടുകൂടെ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ തെറ്റായിരിക്കുന്ന ആരാധനകളിലും ഇങ്ങനെ തെറ്റായിരിക്കുന്ന അല്ലെങ്കിൽ പാപത്തിന്റെ അനുഭവത്തിൽ കൂടെ നമ്മൾ ജീവിക്കുന്നതിന്റെ കാരണം ലക്ഷ്യബോധമില്ലാത്തത് കൊണ്ടാണ്. ആകിയാൽ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞു കാണും. ശരിയാണ്, യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊരു വ്യക്തിയെയും ആരാധിക്കരുതെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ മാത്രമേ ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായിട്ട് സ്വർഗത്തിൽ നയിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഏക വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. മറ്റാരും വന്നിട്ടില്ല. അവൻ വന്നു എന്ന് മാത്രമല്ല, അവൻ നമ്മുടെ എല്ലാവരുടെയും പാപ പരിഹാര ബലിയായിട്ട് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ മുമ്പിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തെ സ്വയം ചുമലിലേറ്റിക്കൊണ്ട് അവൻ കാൽവറി ക്രൂശിൽ നമുക്ക് ഏവർക്കും വേണ്ടി യാഗമായിട്ട് തീർക്കപ്പെട്ടത് വഴി ആ യേശുക്രിസ്തുവിനെ അല്ലാതെ ആരാധന പുരുഷനായിട്ട് ദൈവം തന്നിട്ടില്ല. പ്രിയരെ, മറ്റെല്ലാതും വഞ്ചനയാണ്, പൈശാചികമാണ്, നമ്മളെ നശിപ്പിച്ച് കളയുന്നതുമാണ്. മനുഷ്യനെ ആരാധിക്കുക, മനുഷ്യ രൂപത്തിലുള്ള മറ്റ് വ്യക്തികളെ ആരാധിക്കുക, അല്ലെങ്കിൽ പ്രകൃതിയിൽ ദൈവം മനുഷ്യന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഓരോ വിഭാഗങ്ങളിലെ മൃഗങ്ങളെ, പക്ഷികളെ, നാൽക്കാലികളെ, ഇഴജാതികളെ ഇവരെയൊക്കെ ആരാധിക്കുക, മരിച്ചുപോയവരുടെ കല്ലറയിൽ പോയി നമസ്കരിക്കുക. ഇതെല്ലാം പ്രിയപ്പെട്ടവരെ ദൈവത്തിന് അങ്ങേയറ്റം ശത്രുത്വമുള്ളതും ദൈവത്തിന് അങ്ങേയറ്റം കോപം ജനിപ്പിക്കും
അനുഭവിക്കുന്നതുമാണെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഇത്രയും കാലം നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടും എന്താണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാത്തത്. എന്നാൽ സമാധാനത്തിന് ഒരു വഴി മാത്രമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. നോക്ക് പ്രിയരെ, 6000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, ദൈവത്തിൽ നിന്ന് അവൻ അകന്നു പോയപ്പോൾ, ദൈവത്തിന് മുമ്പിൽ അവൻ ശത്രുവായിട്ട് തീർന്നപ്പോൾ, അവന്റെ രക്തത്തിൽ പിറന്ന നമ്മളെല്ലാവരും ദൈവത്തിന് മുമ്പിൽ പാപികളും ദോഷികളുമായിട്ട് ശത്രുവായിട്ട് തീരുമ്പോൾ, പ്രിയരെ, ദൈവവുമായിട്ടുള്ള നമ്മുടെ ശത്രുത്വം നീക്കി ദൈവവുമായിട്ട് നമുക്ക് സമാധാനം നൽകി തരുവാൻ വെച്ചിരിക്കുന്ന വചനം എന്താണെന്നറിയാമോ? കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നമുക്ക് ദൈവത്തോട് സമാധാനം വന്നിരിക്കുന്നു. അതേ പ്രിയരെ, യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ മാത്രമേ ദൈവവുമായിട്ട് നമുക്ക് സമാധാനം കണ്ടെത്തുവാൻ കഴിയത്തുള്ളൂ. ക്രിസ്തീയ മതവിശ്വാസികൾ ഉൾപ്പെടെ ഈ ദൈവവുമായിട്ട് സമാധാനം കണ്ടെത്തുവാൻ കഴിയാത്തത് കൊണ്ടാണ് അനേക കല്ലറകൾ വണങ്ങുന്നതും കുരിശുമൂടുകൾ വണങ്ങുന്നതും എന്ന് മാത്രമല്ല അനേക അനാചാരങ്ങൾ കൂടെ അവർ കടന്നു പോകുന്നതും. യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ദൈവത്തോട് അവർക്ക് സമാധാനം വന്നിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ്. എന്നാൽ പ്രിയരെ, ആ യേശുക്രിസ്തുവിലേക്ക് നോക്കുവിന് മനുഷ്യർക്കാർക്കും ദൈവത്തിന്റെ അടുക്കിലേക്ക് നേരിട്ട് കടന്നു ചെല്ലുവാൻ കഴിയത്തില്ല. മനുഷ്യർക്കാർക്കും ദൈവത്തെ സ്വന്തമായിട്ട് പ്രസാദിപ്പാനും കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഏക പുരുഷന്റെ പാപത്താല് അവന്റെ രക്തത്തിൽ പറഞ്ഞ് നമ്മളെല്ലാവരും ദൈവത്തിന് ശത്രുക്കളായിട്ട് തീർന്നെങ്കിൽ ഇതാ അവസാന ആദമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ മാത്രമേ മനുഷ്യർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ യഹൂദന്മാർ യേശുക്രിസ്തുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവെ, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താകുന്നു? കർത്താവ് അവരോട് പറഞ്ഞ ഉത്തരം എന്താണെന്നറിയാമോ? ദൈവം ലോകത്തിലേക്ക് അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. അതായത് നമ്മുടെ